പാരഞ്ജിത്ത് വിക്രം ഒന്നിക്കുന്ന ആദ്യത്തെ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തങ്കലാൻ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ട്രെയിലറിൻ്റെ ബ്രേക്ക് ഡൗണോ അതിൻ്റെ ഇതൊന്നുമല്ല. ആ ട്രെയിലർ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ അതിനാണ് വന്നിരിക്കുന്നത്. സോ തങ്കലാൻ എന്ന സിനിമ 2021 അനൗൺസ് ചെയ്തൊരു സിനിമയാണ്. അതിനുശേഷം ഈ പടം ഇന്ന് റിലീസാവും നാളെ റിലീസാവും എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ സിനിമയുടെ റിലീസ് പോസ്റ്റ്പോണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ സിനിമയുടെ ട്രെയിലർ കാണാൻ നേരത്താണ് ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് ഈ പടം പോസ്റ്റ്പോണ്ടുള്ള കാര്യം മനസ്സിലാവുന്നത്. നല്ലൊരു ക്വാളിറ്റി, ഡീസൻ്റ് ആയിട്ടുള്ള നല്ല VFX കാര്യങ്ങളൊക്കെ ട്രെയിലറിൽ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഡെഡിക്കേഷൻ എന്നൊരു കാര്യം എഴുതിയിട്ട വിക്രമിന് ശേഷമേ ഇന്ത്യയിൽ വേറൊരു നടനും അടുത്തുപോലും വരത്തുള്ളൂ. നമുക്കറിയാം അദ്ദേഹം ഡെഡിക്കേഷൻ എന്തുമാത്രമാണെന്നുള്ളത്. 2024 മികച്ച നടനുള്ള നാഷണൽ അവാർഡ് പൃഥ്വിരാജ് കൊണ്ടുവരും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിക്രം അങ്ങനെയൊന്നും പറ്റൂല, എൻ്റെ ഒരു ഫൈറ്റ് എടുത്തിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറയും പോലെയാണ് ഈ സിനിമ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. സോ ഈ ഒരു സിനിമ നടക്കാൻ പോകുന്ന കാര്യങ്ങളോ കഥയോ ഒന്നും തന്നെ നമുക്ക് അറിയത്തില്ല. സോ ബേസിക്കായി ഒരു പ്ലോട്ട് കിട്ടുന്നുണ്ട്. ഈ പടം നോക്കുകയാണെങ്കിൽ ഒരു പീരിയോഡിക് ഫിലിമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് പറയുന്നത്. അവിടെ ഒരു ട്രൈബിൻ്റെ കഥയാണ് പറയുന്നത്. ആ ട്രൈബിൻ്റെ എന്താ പറയുക, ഒരു നേതാവായിട്ടാണ് തങ്കലാൻ എന്ന കഥാപാത്രത്താണ് വിക്രം ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. സോ ഇത് KGF ബേസ് ചെയ്ത് വരുന്ന ഒരു സിനിമ തന്നെയാണ്. KGF സിനിമയല്ല, കൊളറ ഗോൾഡ് ഫീൽഡ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ആ ഒരു സ്വർണ്ണവേട്ട, ആ സ്ഥലത്തിനെ കണ്ടുപിടിച്ച് പോകുന്ന അതിൻ്റെ ഹിസ്റ്ററി നടക്കുന്നൊരു കഥയായിരിക്കാം. അതിൽ യഥാർത്ഥ സംഭവത്തിനെ ഫിക്ഷനെയൊക്കെ ബേസ് ചെയ്ത് വരുന്ന ഒരു സിനിമയാണ് തങ്കലാൻ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഈ ഒരു സിനിമ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രൈബ്, ഈ വിക്രം നേതാവായിട്ടുള്ളൊരു ട്രൈബ്, ബ്രിട്ടീഷുകാർ അവരെ കൊണ്ടുപോയി ഗോൾഡ് മൈൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതായിട്ടാണ് കഥ. അതായത് ഇതുവരെ ആ ഒരു ഫീൽഡ് കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഒരു ട്രൈബിൻ്റെ സഹായത്തോടു കൂടി ബ്രിട്ടീഷുകാർ ആ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതും, ആ കണ്ടുപിടിക്കാൻ പോകാൻ നേരത്ത് അവരൊരു മന്ത്രക്കാരിയെ കാണുന്നതും, ഈ ട്രൈബിനും മന്ത്രക്കാരിക്കും ബ്രിട്ടീഷിനും ഇടയ്ക്ക് നടക്കുന്ന ഒരു ഫൈറ്റിനെയും അവരുടെ സർവൈവലിനെയും അഴിച്ചമർത്തലിനെയൊക്കെ ബേസ് ചെയ്ത് വരുന്നൊരു സിനിമയായിരിക്കും തങ്കലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പാരഞ്ജിത്ത് സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് എന്താണെന്ന് നമുക്കറിയാം. സോ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ. നിങ്ങൾ പാരഞ്ജിത്തിൻ്റെ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് അണിനിരക്കുന്നുണ്ട്. വിക്രം, മാളവിക മോഹൻ, പാർവതി തിരുവോത്ത് പോലുള്ള താരങ്ങൾ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഒരു ഹ്യൂജ് ക്യാൻവാസിലാണ് സിനിമ ഒരുങ്ങുന്നത്. പടത്തിൽ മ്യൂസിക് ചെയ്യുന്ന GV പ്രകാശാണ്. ആക്ച്വലി ഇംപ്രസീവ് ആയിട്ടുണ്ട് പടത്തിൻ്റെ മ്യൂസിക് എല്ലാം തന്നെ. ആൻഡ് ഈ പടം നിങ്ങൾ എത്ര എക്സൈറ്റഡ് ആണുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വിക്രം ഫാൻസ് ഉണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആൻഡ് അതുപോലെ തന്നെ പടത്തിൻ്റെ VFX ഷോട്ടൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പടത്തിലൊരു കരിമ്പുലിയൊക്കെ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. പടത്തിൽ ഒരുപാട് മൃഗങ്ങളുടെ VFXും പാമ്പൊക്കെ വന്ന് കടിക്കുമ്പോഴേ കാണിക്കുന്നുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. വിക്രമിനെ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. പുള്ളി നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് പടത്തിൻ്റെ, അത് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഡെഡിക്കേഷൻ. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാന്നൊരു കാര്യം പറഞ്ഞാൽ വിക്രം കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഏതൊരു നടനെയും പേര് നമുക്ക് വരത്തുള്ളൂ. അത്രയും നന്നായിട്ട് അദ്ദേഹം ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി അത്രയും ഡീപ്പായിട്ട് ഇറങ്ങുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. സോ ഈ ഒരു സിനിമ വിക്രമിൻ്റെ കരിയറിൽ വളരെ വലിയൊരു സിനിമയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ട്രെയിലർ കണ്ടോ, നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.